രൂപാന്തരപ്പെടുകയാണ്, ഒരു രൂപാന്തരം. അപ്പൊ ശ്രദ്ധിക്കൂ, ഇന്ന് ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഈ ഞായറാഴ്ച രാത്രി നമ്മോട് സംസാരിക്കുന്നത്, നാമേ ദൈവജനത്തിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വവും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യക്ഷതയും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളും പരിശുദ്ധാത്മാവിന് നിറഞ്ഞ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു രൂപാന്തരവും യാക്കോബും യോഹന്നാനും പത്രോസും കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബും പത്രോസും ഇത് വളരെ വ്യക്തമായി കാണുകയാണ്. സ്തോത്രം. ഇവരുടെ മുൻപിലാണ് യേശു രൂപാന്തരപ്പെട്ടത്. എന്നിട്ടും പത്രോസ് യേശുവിനെ തള്ളിപ്പറയുകയാണ്. ശ്രദ്ധിക്കണമേ. ആമേൻ. യേശു അതിൻ്റെതായ നിലയിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് മുൻപിലോട്ട് വരുമ്പോൾ തന്നെ യേശു കർത്താവ് എല്ലാവരുടെ മുൻപിലും രൂപാന്തരപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെ മുൻപിലും കർത്താവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയില്ല. ഏറ്റവും പരമപ്രധാനമായ ഒരു ദൂതിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുകയാണ്. യേശു കർത്താവ് എല്ലാവരുടെ മുൻപിലും തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയിട്ടില്ല. കർത്താവ് എല്ലാവരുടെ മുൻപിലും രൂപാന്തരപ്പെട്ടിട്ടില്ല. ഇന്ന് രാത്രി തന്നെ സ്നേഹിക്കുന്ന, തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ തൻ്റെ പ്രാർത്ഥന വലയത്തിനകത്ത് ഇരിക്കുന്ന, തനിക്ക് ഇഷ്ടപ്പെട്ട, തൻ്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ചില വ്യക്തികളുടെ മാത്രമാണ് യേശു കർത്താവ് സഞ്ചരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. വലിയ പുരുഷാരം കൂടെ ഉണ്ടെങ്കിലും വേർപെട്ടിരിക്കാൻ ഈ ദിവസങ്ങളിൽ ചില വേർപെട്ടിരുന്നുള്ള പ്രാർത്ഥനകളും വേർപെട്ടിരുന്നുള്ള ആരാധനകളും വേർപെട്ടിരുന്നുള്ള ദൈവത്തിൻ്റെ വചനധ്യാനവും വേർപെട്ടിരുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതും ഒരു ദൈവത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഹൃദയങ്ങളിൽ മുഴങ്ങി കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം. കർത്താവ് രൂപാന്തരപ്പെട്ടത് ആരുടെ മുമ്പിൽ എന്നറിയാമോ? പത്രോസിൻ്റെയും യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാന്റെയും നടുവിലാണ് യേശു കർത്താവ് രൂപാന്തരപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു രൂപാന്തരം യേശു കർത്താവ് ആ ഉയർന്ന മലയുടെ മുകളിലേക്ക് ഇവരെ കൊണ്ട് നിർത്തി. കർത്താവിൻ്റെ മഹത്വം ആ മറുരൂപമലയിൽ വെളിപ്പെടുകയാണ്. അപ്പോഴാണ് ഇവർ പറഞ്ഞതെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവൻ്റെ മുഖം എങ്ങനെയായിരുന്നു അറിയാമോ? സൂര്യനെ പോലെ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, ഒരഭിഷക്തൻ്റെ മുഖം, ഒരഭിഷക്തയുടെ മുഖം എന്ത് വിഷമങ്ങൾ നിറയപ്പെട്ടെങ്കിലും ഒരു സമയത്ത് വിഷമങ്ങളെല്ലാം കടിച്ചമർത്തി യേശുവിൻ്റെ തേജസ് നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മെ ഉള്ളതുപോലെ അറിയാൻ പോലും ഒരു വ്യക്തിക്കും കഴിയാത്ത തലത്തിൽ നമ്മെ ഉയർത്തി നിർത്തുന്ന ആ മഹാദൈവത്തിൻ്റെ മഹാസന്നിധിയിലേക്ക് ഈ 2026 4ാമത്തെ ദിവസം കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ചിലരുടെ മുമ്പിൽ ദൈവം രൂപാന്തരപ്പെടേണ്ട സമയമായി. ഏലിയാവിൻ്റെ മുൻപിൽ കർത്താവ് രൂപാന്തരപ്പെട്ട എപ്പോഴെന്നറിയാമോ? ഏലിയാവിനെ ഉയർന്ന മലയിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നീ നിന്നെ തന്നെ വെളിപ്പെടുത്തേണ്ടതായുണ്ട്. ഇന്ന് രാത്രിയിൽ നിന്റെ മുൻപിൽ രൂപാന്തരത്തിന്റെ ഒരു പ്രത്യക്ഷത ദൈവാത്മാവ് ഇന്ന് രാത്രി ഈ 4ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവകുഞ്ഞേ, നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ കർത്താവ് ഇറങ്ങി വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. നമ്മളിന്ന് പകൽക്കാലം, നമ്മളിന്ന് ഈ 4 ദിവസവും നമ്മൾ നല്ലവണ്ണം സന്തോഷിച്ചു അല്ലേ, ആരാധിച്ചു അല്ലേ. ഇല്ലായ്മയിലും കഷ്ടതയിലും വേദനയിലും നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരും എല്ലാവരും നമ്മെ മാറ്റി നിർത്തിയപ്പോഴും കർത്താവ് പറയാ, എടാ, നിന്നെ ആരൊക്കെ മാറ്റി നിർത്തിയാലും, നിന്നെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ 3 പേരുടെ മുൻപിലും ഞാൻ ഇന്ന് പകൽക്കാലം എന്നെ തനി സ്വരൂപം കാണിക്കാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും വലിയ ഭാഗ്യമാണ് പത്രോസിന് ലഭിച്ചത്. ഏറ്റവും വലിയ ഭാഗ്യമാണ് സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന് ലഭിച്ചത്. ഏറ്റവും വലിയ ഭാഗ്യമാണ് യാക്കോബിന് ലഭിച്ചത്. ലോക ചരിത്രത്തിൽ ഭാഗ്യം ലഭിച്ച പുതിയ നിയമത്തിലെ 3 വ്യക്തിയേ ഉള്ളൂ. ഈ 3 വ്യക്തിയുടെ മുൻപിലാണ് ഇന്ന് രാത്രി കർത്താവ് രൂപാന്തരപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഈ രൂപാന്തരം എവിടെ ഇരിക്കണമെന്ന് അറിയാമോ? ഈ രൂപാന്തരം
എല്ലാവരും ഇരിക്കുന്നത് രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, വേർപാടനുഷ്ഠിക്കുന്ന ഒരു ദൈവപൈതന്റെ ഹൃദയത്തിനകത്താണ് ഈ രൂപാന്തരം വെളിപ്പെടുന്നത്. ഈ രൂപാന്തരം വെളിപ്പെട്ട ശേഷം അത് മുഖത്തുകൂടെ പ്രകടമാകുന്നു, അത് വാക്കുകളിൽ കൂടെ പ്രകടമാകുന്നു, അത് തൻ്റെ ശബ്ദത്തിൽ കൂടെ പ്രകടമാകുന്നു. കരയുന്നവരെ കണ്ണീര് തുടയ്ക്കാൻ ഒരു രൂപാന്തരത്തിന് ശക്തി പുറപ്പെടുന്നു. ആമേൻ. ആത്മഹത്യ ഇരിക്കുന്നവരുടെ മുമ്പിൽ ആമേൻ ഈ ശക്തി അഭിഷക്തന്മാരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നു. അതല്ലേ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000-ഓളം രക്ഷിക്കപ്പെട്ടത്. ആമേൻ. തീർന്നില്ല. പത്രോസ് നടന്നു പോകുമ്പോൾ രൂപാന്തരത്തിന്റെ ശക്തിയല്ലേ ശവത്തിന്റെ മേൽ ആഞ്ഞടിച്ചത്, മരിച്ചവരെ ഉയർപ്പിച്ചില്ലേ? അത് ഏതാ ശക്തി എന്നറിയാമോ പ്രിയപ്പെട്ടവരെ? അത് രൂപാന്തരത്തിന്റെ ശക്തിയാണ്. അതെ, ദൈവം രൂപാന്തരത്തിന്റെ ശക്തി പത്രോസിന്റെ മേൽ പകർന്നത് കൊണ്ട് അവൻ നടന്നു പോയപ്പോൾ രോഗികൾ എണീറ്റ് ഓടിയത്. ആമേൻ. നാളുകളായി ആമേൻ രോഗത്തിന്റെ കെട്ടിനകത്ത് കിടന്നവർ എണീറ്റ് നടന്നെങ്കിൽ ഇതേ മരുമലയിൽ രൂപാന്തരപ്പെട്ട 3 പേരുടെ ശുശ്രൂഷയുടെ ആളത്വമാണ് യേശു കർത്താവിന്റെ രൂപാന്തരം. ഒരുത്തൻ രൂപാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആമേൻ ശുശ്രൂഷ കൈമാറ്റം ചെയ്തു. ഇന്ന് രാത്രി ശുശ്രൂഷ കൈമാറ്റം നടക്കുന്ന രാത്രിയാണ്. ശുശ്രൂഷ പകരപ്പെടുന്ന രാത്രിയാണ്. ആരൊക്കെ ഇന്ന് രാത്രി ഏറ്റെടുക്കുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഞാനൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭൂതാത്മാവ് അലറി ഓടണം? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഞാനൊന്ന് കൈ ഉയർത്തുമ്പോൾ രോഗികൾ സൗഖ്യമാകണം? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദേശത്തിൽ കാൽ വയ്ക്കുമ്പോൾ അവിടെ ഭരിക്കുന്ന അന്ധകാരം ഓടി മറയണം? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ആമേ കടക്കണികൾ മാറാനുള്ള പ്രാർത്ഥന? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ദേശം വിടുവിക്കപ്പെടണമെന്ന്? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ പട്ടണം വിടുവിക്കപ്പെടണമെന്ന്? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നല്ല നേതൃത്വം വരണമെന്ന്? ഇതാണ് രൂപാന്തരത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ. പത്രോസിന് ദൈവം ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാരെ, ഇത് പകർച്ചയുടെ ദിവസമാണ്. ഇത് നിന്റെ സീസന്റെ ദിവസമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ ദിവസമാണ്. ഇത് ദൈവത്തിന്റെ സാന്നിധ്യം നിറയപ്പെടുന്ന ദിവസമാണ്. ഇന്ന് രാത്രി ഈ ശബ്ദം മുഴങ്ങുന്ന ഏത് പട്ടണമാണെങ്കിലും അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ ആമേ സ്തോത്രം ഏറ്റെടുക്കുന്നവർക്ക് വിടുതൽ വ്യാപരിക്കുന്ന അഭിഷക്തന്മാരുടെ ആത്മാവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഈ രൂപാന്തരം പ്രാപിച്ച് മുമ്പിലോട്ട് പോയപ്പോൾ അഭിഷേകത്തെ വായിച്ചാട്ടെ. 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചേ. മത്തായി സുവിശേഷം 17-ന്റെ 1-ഉം 2-ഉം. ആമേൻ. ഒന്ന് വായിച്ചു, 1-ഉം 2-ഉം വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. രൂപാന്തരപ്പെട്ട ശേഷം അവന്റെ മുഖം സൂര്യനെ പോലെ എന്ന് പറഞ്ഞ കണ്ണ്, ആമേൻ, മുഖം. പ്രൈസ് ദി ലോർഡ്. എന്തോ പിള്ളേർ ചോദിക്കും, എന്തോ പോയതുപോലെയല്ല ഇരുന്നത്. രക്ഷിക്കപ്പെട്ട് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ മുഖം ശോഭിക്കും. എന്ത് പ്രശ്നം വന്നാലും മുഖം ശോഭിച്ചിരിക്കും. ഹൃദയം ആമേൻ വേദനിച്ചിരിക്കട്ടെ, മുഖം ശോഭിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചിലർ വിചാരിക്കൂലേ, പ്രൈസ് ദി ലോർഡ്, ഓ ഇവരൊന്നും ഒരു മുട്ടുമില്ലാത്തവരാ. പക്ഷേ ഹൃദയത്തിനകത്ത് അറിയാം വേദനകളും പ്രയാസവും. അതൊന്നും പുറത്തേക്ക് കാണിക്കാൻ കഴിയുന്നില്ല. അതെല്ലാം ഉള്ളിലേക്ക് അടക്കി 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 മുൻപിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവന്റെ പേരാണ് രൂപാന്തരപ്പെട്ടവൻ. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ പേരാണ് രൂപാന്തരം. ആമേൻ, ആമേൻ. അവന്റെ മേലൊരു ആത്മനിയോഗമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇത്ര ശക്തമായി ദൈവാത്മ പറയുന്നത്. അവർ രൂപാന്തരപ്പെട്ടപ്പോൾ അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം ആമേ വെളിച്ചം പോലെ ആമേൻ വെള്ളയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. വെളിച്ചം പോലെ, വെളിച്ചമല്ല, വെളിച്ചം പോലെ, സൂര്യനല്ല, സൂര്യനെ പോലെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണമേ, വ്യാഖ്യാനം തെറ്റിപ്പോകരുത്. സൂര്യനല്ല, പിന്നെ സൂര്യനെ പോലെ. ആമേൻ. വെളിച്ചം, വെള്ള പോലെ, വെള്ളയല്ല, വെള്ള പോലെ വെളിച്ചം. ആമേൻ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറയപ്പെടുമ്പോൾ തീക്കകത്ത് എന്ന പോലെ, തീക്കകത്ത് എന്ന പോലെ എന്ന് പറയുമ്പോൾ തീ പോലെ. സ്തോത്രം. ആമേൻ. തീ ഏതെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, അത് അവിടെ ഇരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷമായ ശേഷം ആമേൻ ഇവരുടെ ശുശ്രൂഷക മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയുടെ ശുശ്രൂഷ മാറി.
യാക്കോബിന്റെ ശുശ്രൂഷ മാറി, യോഹന്നാന്റെ ശുശ്രൂഷ മാറി. ഇന്ന് രാത്രിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ ശുശ്രൂഷ മാറും, തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ അവസ്ഥകൾ മാറും. ദൈവത്തിന്റെ ആമേൻ പ്രൈസ് ലോർഡ് പ്രതിപുരുഷനായി നിൽക്കുന്ന, ദൈവത്തിന്റെ നാവായി നിൽക്കുന്ന, ദൈവത്തിന്റെ അധികാരം പ്രാപിച്ചു നിൽക്കുന്ന, ദൈവത്തിന്റെ പ്രവർത്തിക്കായി നിൽക്കുന്ന ദൈവകുഞ്ഞ്, നിന്റെ രീതി ദൈവം മാറ്റാൻ പോകുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നിന്റെ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവം നമ്മെ എത്ര ഉയർത്തിയാലും, ദൈവം നമ്മെ എത്ര മാനിച്ചാലും, ആമേൻ, സ്തോത്രം, നമ്മൾ വന്ന വഴികളൊന്നും മറന്നു പോകരുതേ. സ്തോത്രം, ഹല്ലേലൂയ. പാട്ടുകാരൻ വെറുതെ പാടിയതല്ല, വന്ന വഴികളൊന്ന് ഓർത്തു നോക്കിയാൽ, ഹല്ലേലൂയ, ഒന്ന് വന്ന വഴികൾ നോക്കണം. ആമേൻ, സ്തോത്രം. ഇന്ന വ്യക്തികളെ കണ്ടുമുട്ടും മുമ്പേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച വേദനകൾ, നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, നമ്മൾ അനുഭവിച്ച സങ്കടങ്ങൾ, ഇതൊന്നും മറന്നു പോകരുത്. എല്ലാ ദിവസവും ദാവീദ് ചെയ്തതുപോലെ, ആമേൻ, സ്തോത്ര, മാളിക മുറിയിൽ കയറിയിരുന്ന, പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിരുന്നിട്ട് അവന്റെ പഴയ പൊക്കണത്തെ നോക്കും, പഴയ കുപ്പായത്തെ നോക്കും, പഴയ തുരുത്തിയെ നോക്കും, പഴയ വടിയെ നോക്കും. അവൻ അവിടെ മുഴങ്കാൽ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, അവൻ കരയുന്നത് കാണാൻ കഴിയും. കരഞ്ഞ ശേഷമാണ് അവൻ രാജവസ്ത്രം ധരിച്ച് അവൻ അവിടെ കസേരയിൽ വന്ന് ഇരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഞാൻ പറയാറുണ്ട്, ഒരു മൊട്ടിപ്പിന്നെങ്കിലും ദൈവത്തെ അറിഞ്ഞ ശേഷം നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക. കേട്ടോ, ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. ആരുടെ മേൽ? പത്രോസിന്റെ മേൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ ആരുടെ മേൽ? യാക്കോബിന്റെ മേൽ. പിന്നെ ആരുടെ മേൽ? അവന്റെ സഹോദരനായ യോഹന്നാന്റെ മേൽ. അവർ യേശു പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു മേഘം ഇവരുടെ 3 പേരുടെ മേൽ നിഴലിടുകയാ. പത്രോസിന് എന്താ ജോലി? കുടില് കെട്ടാനുള്ള വേഗതയാ. പ്രൈസ് ദി ലോർഡ്. വീട് വെക്കട്ടെ, യാക്കോബ് പറയാ കഞ്ഞി വെക്കാം, യോഹന്നാൻ പറയാ നമുക്ക് ചിക്കൻ മേടിക്കട്ടെ, പുഴയിൽ പോകട്ടെ, മീൻ വാങ്ങിക്കട്ടെ, നിക്ക്, വെയിറ്റ്, ഇനി കുറച്ച് കാര്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് തീരും മുൻപേ സ്തോത്രം 5-ാമത്തെ വാക്യത്തിൽ പറയുക, അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ, അവർ സംഭാഷിച്ചു നിൽക്കുമ്പോൾ തന്നെ ഒരു വലിയ വെളിച്ചം അവരുടെ മേൽ ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന്റെ കര നമ്മുടെ മധ്യേ ഇറങ്ങി വരേണ്ട നാഴിക വിദൂരമല്ല. ദൈവ പൈതലേ, നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സ്നേഹമുണ്ട്. ആ സ്നേഹം ഇന്ന് രാത്രിയിൽ നമ്മൾ അനുഭവിക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ ഒരു നിഴൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് പതിച്ചു കഴിഞ്ഞാൽ അത് ശുശ്രൂഷയുടെ തലം മാറുകയാണ്. നിന്റെ ജീവിതത്തിലെ തലങ്ങളെ ദൈവം മാറ്റുകയാണ്. അവസ്ഥകൾക്ക് വ്യത്യാസം വരികയാണ്. ജീവിതത്തിലെ പ്രൈസ് ദി ലോർഡ് പാഠപുസ്തകത്തിന് വ്യത്യാസം വരികയാ. ദൈവം നമ്മെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനും തടയാൻ കഴിയത്തില്ല. അത്ര ശക്തമായി ദൈവം നമ്മെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ദൈവ പൈതലേ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആമേൻ. ഇവിടെ നമ്മൾ മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 3-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള വാക്യമാണ്. മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 17-ാം വാക്യം എല്ലാവർക്കും അറിയാമെന്നുള്ള വാക്യമാണ്. വളരെ ശക്തമായ വാക്യമാണ്. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, ഞാൻ വായിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഹല്ലേലൂയ. എവിടെന്നാ ശബ്ദമുണ്ടായത്? സ്വർഗത്തിൽ നിന്ന്. അപ്പൊ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഭൂമിയിലേക്ക് പതിക്കുന്നു എങ്കിൽ ഈ വിളി, അതിന്റെ ശക്തി അത്ര പവറാ. കേട്ടോ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ദൈവമക്കൾ ഒരു കാര്യം ചിന്തിക്കണം. ഈ പുതിയ വർഷം തീരുമാനങ്ങൾ എടുക്കണം. ഒറ്റ കാര്യം, ദൈവമേ നീ പറയുന്നത് ഞാൻ ചെയ്യും, നീ പറയുന്നിടത്ത് ഞാൻ പോകും, നീ പറയുന്ന കാര്യം ഞാൻ ചെയ്യാൻ എന്നെ നീ അതിനു വേണ്ടി ഒരുക്കണമേ എന്ന് പറയണം. എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മെ നടത്തുവാൻ ആമേൻ ആ ഒരു കോളിങ്ങിലേക്ക് നമ്മൾ വന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യവും ആ ദൈവത്തിൻ്റെ കൂടാരത്തിനകത്തേക്ക്
നമ്മൾ പ്രവേശിക്കപ്പെടുമ്പോൾ അതിനകത്ത് ചില നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കാൻ പറ്റുന്നയോ വൈതലേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇവിടെ എന്താ വായിച്ചെന്നറിയാമോ? യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു. ആമേൻ. ഞാൻ സ്നാനപ്പെടാൻ പോയപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ആമേൻ, പാസ്റ്ററെ, എന്താ ബ്രദറെ? അതെ, ഞാൻ സ്നാനം വെക്കാൻ വേണ്ടി നിങ്ങളെന്നെ, ഓക്കെ, ഞാൻ സ്നാനപ്പെടാം. ഇത് 3ാമത്തെ സ്നാനമാണ്, കുഴപ്പമില്ല, എങ്കിലും ഞാൻ സ്നാനപ്പെടാം. 1ഉം 2ഉം ഒക്കെ പോയല്ലോ. ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞു സ്വർഗം തുറന്നു വരുമെന്നും പ്രാവൊക്കെ ഇറങ്ങി വരുമെന്നൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആധികാരികമായി പറഞ്ഞു. പക്ഷെ അവർക്ക് തമാശയിട്ട് തോന്നി. കാരണം ഞാൻ 3ാമത്തെ സ്നാനമാണ് വിടുന്നത്. സ്തോത്രം. അപ്പോൾ 3ാമത്തെ സ്നാനമാകുമ്പോൾ ആ കാര്യങ്ങളെല്ലാം പറയണ്ടേ. അപ്പോൾ ഈ 3ാമത്തെ സ്നാനത്തിലേക്ക്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഇറങ്ങി വന്നപ്പോൾ, ഹല്ലേലൂയ, അപ്പോൾ ഞാൻ ചോദിച്ചു, അഭിഷേകത്തിനെ സ്നാനം പെട്ടെന്ന് വെള്ളത്തിൽ മുക്കുമല്ലേ? മുക്കിക്കഴിഞ്ഞ് എത്ര മിനിറ്റ് വെച്ചിരിക്കും? അങ്ങനെ വെച്ചിരിക്കില്ല, അങ്ങ് മുക്കും. മുക്കിക്കഴിഞ്ഞ് നിങ്ങളെ പൊക്കിയെടുക്കുമ്പോൾ, അപ്പം പൊക്കുമ്പോൾ പ്രാവ് ഇറങ്ങുമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. പാസ്റ്റർക്കൊന്നും പറയാൻ പറ്റിയില്ല. എൻ്റെ ആ ഒരു സ്തോത്രം, ആ ഒരു അന്നത്തെ ആ ഒരു സ്പിരിറ്റിലാണ് ചോദിച്ചേ, പ്രാവ് ഇറങ്ങൂ. ആമേൻ. ഹല്ലേലൂയ. പിന്നത്തേതിൽ ആ വചനം പഠിച്ചു വന്നപ്പോഴാ എനിക്ക് മനസ്സിലായത്, നോയിക്കേ, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ. അവിടെ വായിച്ചേ, അതെന്താ അവിടെ വായിച്ചത്? ദൈവാത്മാവ് പ്രാവല്ല, പിന്നെ പ്രാവെന്ന, പറഞ്ഞേ, പ്രാവെന്ന പോലെ. ഹല്ലേലൂയ. അപ്പൊ പ്രാവല്ലേ ഇറങ്ങിയത്, പിന്നെ ഇവിടെ എന്താ ഇറങ്ങിയത്? പ്രാവെന്ന പോലെ. പ്രാവെന്ന പോലെ. സ്തോത്രം. ആമേൻ. പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വന്നത് അവൻ കണ്ടു. ആമേൻ. എങ്ങനെയാ കണ്ടെന്നറിയാമോ? ആത്മാവ് പ്രാപിച്ച എത്ര പേര്? പരിശുദ്ധാത്മാവ് പ്രാപിച്ചവര്. പരിശുദ്ധാത്മാവ് പ്രാപിച്ച എത്ര പേര് തിരിപ്പുണ്ട്? ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയല്ല കേട്ടോ. നിങ്ങൾ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നിങ്ങൾ എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് വരുന്നതിന് മുൻപ് എന്തായിരുന്നു? ഹലോ ടെൽ മീ. ഹലോ, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് വന്ന ശേഷം എന്തായിരുന്നു അനുഭവം? എങ്ങനെയാ ജോയ് ബ്രദറെ? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഒരാൾ പോയി. സ്തോത്രം. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്തായിരുന്നു അനുഭവം? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഉള്ള അനുഭവം അറിയാമോ? അനുഭവിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചില്ലല്ലേ? ആമേൻ. പലർക്കും അങ്ങനെയാ. അപ്പോ ഒന്ന് ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. സിബപ്പിന്റെ കവർ കണ്ടിട്ടുണ്ടോ? കുടിച്ചു കഴിഞ്ഞിട്ട് വെറും കവറല്ലേ, എല്ലാ ഭാഗവും ഓട്ടി വലിച്ചെടുക്കുന്നല്ലേ. പക്ഷെ ഇതിനകത്ത് വെള്ളം നിറയ്ക്കുമ്പോഴല്ലേ ഇത് വീർക്കുന്നേ, അല്ലേ? ഒരു അനുഭവം ഇല്ലേ അതിന് മുമ്പ് ചോദിച്ചാൽ പറഞ്ഞു, ഇവിടെ ഒക്കെ എടുത്ത് ഭാര്യ അടുക്കി വെച്ചത്. പക്ഷെ ഇപ്പോൾ അടുക്കാൻ പറ്റില്ല, കാരണം നിറം മാറി. വെറും വെള്ള കവറായിരുന്നു, പച്ചയായി, ചുവപ്പായി, ഓറഞ്ചായി, മഞ്ഞയായി, പല വെറൈറ്റിയിലായി. കവറിന്റെ പുറത്തകത്ത് നിറച്ചു വച്ച് പല വെറൈറ്റിയാ. മറന്നു പോകരുത്, പല വെറൈറ്റിയാ. ഒരു വെറൈറ്റി അല്ല, ഗ്രേപ്പ് മാത്രമല്ല, ഓറഞ്ച് മാത്രമല്ല, സ്തോത്രം, പൈനാപ്പിൾ മാത്രമല്ല, മാംഗോ മാത്രമല്ല. അതിനകത്തിരിക്കുന്നത് ഒരു വെറൈറ്റി അല്ല, പല നിറത്തിൽ, പല ഗുണത്തിൽ, പല നിറത്തിലാ അതിനകത്ത് നിറച്ചു വച്ചത്. ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. ആത്മാവ് ഒന്നാണെങ്കിലും കൃപാവരങ്ങൾ പലതാണ്. ഈ രാത്രി പ്രാപിച്ച കൃപാവരം ഏതാ? അതിലേക്ക് ഇറങ്ങി വരാൻ ഈ 2026 പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുകയാ. നിന്റെ അകത്ത് അടച്ചു വെച്ച ആത്മാവേതാ? നിന്റെ അകത്തിരിക്കുന്ന ആത്മാവേതാ? കൃപാവരത്തിന്റെ ആത്മാവേതാ? അത് പ്രവചനത്തിന്റെ ആത്മാവാണോ? ദൂതേതാ? നിന്റെ അകത്തിരിക്കുന്ന ദൈവാത്മാവ് ഏതാ? അത് ഏതിന്റെ ആത്മാവാ? മനുഷ്യനെ ആകർഷിക്കുന്ന ആത്മാവാണോ? മനുഷ്യനെ വിടുവിക്കുന്ന ആത്മാവാണോ? മനുഷ്യനെ കല്ലറയ്ക്കകത്ത് പുറത്തു കൊണ്ടുവരുന്ന ആത്മാവാണോ? രോഗികളുടെ മേലുള്ള അധികാരത്തിന്റെ ആത്മാവാണോ? ഏതാത്മാവാ നീ പ്രാപിച്ചേ? ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുന്നു, പ്രാപിച്ച ആത്മാവിനകത്ത് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കട്ടെ. ചിലത് പുറത്തു വരാൻ പ്രഖ്യാപിക്കുക. അടയപ്പെട്ട ചിലത് നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് ഇന്ന് രാത്രി പ്രഖ്യാപനം വരട്ടെ. ചിലത് കൽപ്പിക്കുക, ചിലത് പുറത്തു വരാൻ, ചിലത് കെട്ടി നാളുകളായി കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്ന നന്മകൾ പുറത്തു വരാൻ പ്രാർത്ഥിക്കുക. അതിനകത്തൊരു റിസൾട്ട് വെളിപ്പെടാൻ പോകുകയാ.
ആത്മാവൊന്ന, കൃപകൾ വേറെയാണ്. ആത്മാവൊന്ന, കൃപാവരം മാത്രം വേറെയാണ്. ആമേ സ്തോത്രം. കൃപാവരം വേറെ, ഇത് പകർച്ചയുടെ ആത്മാവാ. ആമേ സ്തോത്രം, പകർച്ചയുടെ ആത്മാവാ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന തലത്തിൽ ദൈവാത്മാവിന്റെ ഒരു പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടാൻ വകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവിന്റെ നിയോഗം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് നിസ്സാരമായിട്ടല്ല. ഒരമ്മച്ചി പറയുകയാണ്, അമ്മ എങ്ങനെയാ പരിശുദ്ധാത്മാവ് പ്രാപിച്ചത്? അതേ മോനെ, എനിക്ക് അത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. മൈക്ക് തരാമോ? പിന്നെന്താ, മൈക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് പറയുക, പ്രൈസ് ദി ലോർഡ്, എന്റെ കാലിൽ കൂടെ ഒരു നീർക്കോലി ഇഴഞ്ഞു കയറിയതുപോലെ. കാലിൽ കൂടെ ഒരു നീർക്കോലി ഇഴഞ്ഞു കയറിയത് പോലെ ഉള്ളൊരു കുളിർമയായിരുന്നു. അത് കയറിയിരിക്കുക ഇപ്പോഴും. ആമേ, അതാ വാറക്കാത്ത. ഇത് അന്ന് കേറിയതാ, പക്ഷെ ഇറക്കി വിട്ടില്ല. അന്ന് കേറിയിരിക്കുന്ന ഈ നീർക്കോലി പോലെ കേറിയിരിക്കുന്നില്ലേ? അതുകൊണ്ടാ വാ തുറക്കാത്ത, അതുകൊണ്ടാ പാടാത്ത, അതുകൊണ്ടാ പ്രാർത്ഥിക്കാത്ത, അതുകൊണ്ടാ സ്തോത്രം പറയാത്ത. അമ്മ അന്ന് കേറിയതാ. ഇത് മൂകതയുടെ ആത്മാവാ. യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കാൻ കൃപ പ്രാപിച്ച ദൈവജനം ഇന്ന് രാത്രി ഇരിപ്പുണ്ടോ? ദേശത്തിന്റെ മധ്യേ, കുടുംബത്തിന്റെ മധ്യേ നിന്നോട് സംസാരിക്കാത്ത മൂകതയുടെ ആത്മാവിനെ അവൻ ഉറക്കെ പ്രഖ്യാപിച്ചെന്ന് രാത്രി അതിനെ പുറത്താക്കാൻ നീ അധികാരം പ്രാപിക്കുക. സ്തോത്രം. പ്രാപിച്ച ആത്മാവേദാ. ഹല്ലേലൂയ. വായിച്ചേ ഇന്ന് രാത്രി നോയിക്കേ, അവിടെ എഴുതപ്പെട്ട വാക്യം കണ്ടോ? ഹല്ലേലൂയ. 6-ാമത്തെ വാക്യം അഭിഷേകത്തിൽ നിന്ന് വായിച്ചു. 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യം. ഇപ്പൊ നമ്മൾ വായിച്ച പുസ്തകം എന്ന് പറയുന്നത് 17-ാമത്തെ അധ്യായം. 17-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കണ്ണു വീണു. യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. എഴുന്നേൽക്ക്, ഭയപ്പെടേണ്ട. ഇത് ഞാനാ. ഇന്നലെ വരെ കണ്ടതല്ല നിങ്ങൾ, ഇനി കാണാൻ പോകുന്നതല്ല. ശുശ്രൂഷ 2020 ശുശ്രൂഷ മാറണം. ജോബി, റിക്കി, ശുശ്രൂഷ മാറണം. പ്രൊഫസർ ശുശ്രൂഷ മാറണം. 2025 കണ്ടതുപോലെയല്ല, ഇനി മാറണം. കമന്ന് വിടാൻ പോകുക, പലതും വന്ന് കാലി വിടാൻ പോകുക. സ്വതന്ത്രം പറ. എഴുതി വെച്ചോ, പുസ്തകത്തിൽ എഴുതി വെച്ചോ. ആത്മാവ് തൊട്ട് പറയാ, കമന്ന് കാലി വന്ന് വീഴും പലതും. ഇന്ന് രാത്രി നിന്റെ കാല് പിടിക്കാനുള്ള സമയം അടുത്ത് വന്നിരിക്കുക. ജോബി, കഴിഞ്ഞ ദിവസം 23 മുതൽ നിന്നെ പയറ്റം തുടങ്ങി. 23 മുതൽ നിന്നോട് പയറ്റം തുടങ്ങിയത്. പയറ്റ് തീർന്നിട്ടില്ല. പക്ഷെ 26-ൽ ദൈവം പറയുന്നു, ഈ മാസം കഴിയും മുമ്പ് കുറിച്ച് വെച്ചോ, നിന്റെ കാലൊന്ന് കമണ്ണ് വീണ് കരയാൻ പോകുക. പറ്റിപ്പോയി. ഇന്ന് രാത്രി ദൈവാത്മാവ് പലരോടും ദൈവാത്മാവ് ദൂത് പറയാ, കമന്ന് വീഴുന്ന കാരണം പകർച്ചയുടെ ആത്മാവ് ദേശത്തിൽ ഇറങ്ങിയാലേ ആ ഉയർന്ന മലയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് പറയുക, നിങ്ങൾ ഇവിടെ ഇരിക്കുക, കുടിൽ വയ്ക്കാൻ വരട്ടെ, പാചകം ചെയ്യാൻ വരട്ടെ, എനിക്ക് ചിലത് പറയാനുണ്ട്. പിതാവിനെ ഏൽപ്പിച്ച അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട്. അധികാരത്തിൽ നിൽക്കാൻ ഇന്ന് രാത്രി തീരുമാനത്തോടെ വരട്ടെ. തീരുമാനത്തോടെ വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ തീരുമാനത്തോടെ വരട്ടെ. പ്രഖ്യാപിക്ക, ചിലത് പുറത്തു വരാൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ട് ഇന്ന് രാത്രി തൊടാൻ പോകട്ടോ. ആമേൻ. ഹല്ലേലൂയ. അടുത്ത് ചെന്ന് എന്ത് ചെയ്തു? അവരെ തൊട്ടു. എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. 6-ാം വാക്യം പറയുന്നു, ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഹല്ലേലൂയ ഏറ്റവും ഭയപ്പെട്ട് കമന്ന് വീണു. പ്രൈസ് ദി ലോർഡ്. ഒരു ദൂത് പറയാം കേട്ടോ. ഒരു ദൂത് പറയാം ഇന്ന് രാത്രി. ഈ ദൂതിൽ നിന്നുകൊണ്ട് ഒരു ദൂതോട് പറയട്ടെ. ഗോലിയാത്ത് എന്ന് പറഞ്ഞ 6 അടി ഉയരമുള്ള വേദചരിത്രത്തിൽ, വേദപുസ്തകത്തിൽ ഏറ്റവും ഉയരം കൂടിയ മല്ലനാണ് ഗോലിയാത്ത്.
പ്രൈസ് ദി ലോർഡ്. ആമേ വേദപുസ്തക ചരിത്രത്തിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ മനുഷ്യനാണ് ആമേ ദാവീദ്. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ് നിന്റെ പ്രായം വെച്ചളക്കുന്ന, നിന്റെ ബുദ്ധി വെച്ചളക്കുന്ന, നിന്റെ ഹൈറ്റ് വെച്ചളക്കുന്ന ഗോലിയാത്തെ ഇന്ന് രാത്രി അധികാരം പ്രാപിച്ചവന്റെ മുമ്പിൽ, അധികാരം പ്രാപിച്ചവന്റെ മുമ്പിൽ നിന്റെ തല ചിരച്ഛേദം ചെയ്യപ്പെടുന്ന രാത്രിയാ ഇന്ന് രാത്രി. ദുഷ്ടന്റെ തല ചിരച്ഛേദം ചെയ്ത രാത്രിയാ. ഓ ചിലത് പരിചയം വെച്ചളക്കുന്ന, ചിലത് ആമേ പ്രൈസ് ദി ലോർഡ് അളന്നു തിട്ടപ്പെടുത്തിയിരിക്കുന്ന ചില ഗോലിയാത്തിന്റെ ശക്തികളെ തകർക്കാൻ ആമേ ദിനീഷ് വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടോ. ആമേ ഫ്രണ്ടിൽ ഒരു കറക്റ്റ് അവരെല്ലാം അങ്ങ് പോട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോളണം. ആലയത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ പോകുകയാ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോളണം കേട്ടോ. നിങ്ങൾ മിണ്ടാതിരിക്കരുത്. പലരും വീഡിയോ ഓഫാ, കുഴപ്പമില്ല. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ് ദൈവാത്മാവിന്റെ പ്രവൃത്തി ഇറങ്ങി നിൽക്കുന്ന നാലാമത്തെ രാത്രി, ഈ ആണ്ടിന്റെ നാലാമത്തെ രാത്രി, ഫസ്റ്റ് മാസം ദൈവം പറയുന്നു ചില പ്രഖ്യാപിക്കാൻ നിന്റെ ആദരത്തെ ദൈവം ബലപ്പെടുത്താൻ പോകുകയാ. അഭിഷക്തന്മാരെ പ്രഖ്യാപിക്കാൻ നിങ്ങളുടെ ആദരത്തെ ദൈവം ബലപ്പെടുത്താൻ പോകുകയാ. അഭിഷക്തന്മാരെ പ്രഖ്യാപിക്കാൻ നിങ്ങളുടെ ആദരത്തെ ബലപ്പെടുത്താൻ പോകുകയാ. ഇന്ന് രാത്രി ഇരിക്കുന്ന പട്ടണത്തെ നോക്കി, ഇരിക്കുന്ന ജില്ലയെ നോക്കി, ഇരിക്കുന്ന ആമേ ഭവനങ്ങളെ നോക്കി, തലമുറയെ നോക്കി വിളിച്ചു പറ. രോഗത്തെ നോക്കി പറ, രോഗിയെ നോക്കി പറ. യേശുവിന്റെ നാമത്തിൽ ഇത് ഇന്ന് രാത്രി മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപേ ഈ ശരീരം വിട്ട് പോകണമെന്ന് പറ. ആമേ രോഗിയുടെ പുറത്ത് കൈവച്ചോ, ആമേ ഭൂതത്തിന്റെ പുറത്തോടെ കൈവച്ചോ. ആത്മാവ് ഇന്ന് രാത്രി ചിലരെ ഇന്ന് രാത്രി പുറത്തെടുക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ, ആമേൻ. ശമനപരഗതന വൈഡകരാജകൽക്കനാദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേ ഗോലിയാത്ത്, ആമേ സ്തോത്രം. മല്ലനായ ഗോലിയാത്തും മല്ലന 10 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ആമേ 2 കൈക്കകത്തും ഒതുക്കാനുള്ള 6.5 അടിക്ക് മുകളിൽ ഉയരമുള്ള ഏറ്റവും ഹൈറ്റുള്ള മനുഷ്യനാണ് ആമേ ഗോലിയാത്ത്. ഇച്ചിരിയുള്ള ഒരു പയ്യൻ. പക്ഷേ നിങ്ങൾ നോക്ക്, അവന്റെ പുറത്തൊരു അഭിഷേകമുണ്ട്. ഇന്ന് രാത്രി നിന്റെ പുറത്ത് ദൈവം അഭിഷേകം പകർന്നിട്ടുണ്ടെങ്കിൽ, അഭിഷേകം പകരാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളണം. അഭിഷേകം ഈ മാസം നിങ്ങൾ ഈ മീറ്റിംഗ് കഴിയും മുമ്പേ ഇരിക്കുന്ന കുടുംബത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ ആമേൻ. നിങ്ങളൊന്നും അറിയാമോ, ആദ്യ നൂറ്റാണ്ടിൽ അഭിഷേകം ഇറങ്ങിയത് എവിടെയാ? പുതിയ നിയമത്തിൽ ആത്മാവ് ഇറങ്ങിയത് എവിടെയെന്നറിയാമോ? ആമേ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്നു, ആമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ് നാളിൽ സെഗിയോന്റെ മാളിക മുറി അവൻ തിരിച്ച വീട്ടിന്റെ മണ്ടയ്ക്ക് ദൈവാത്മാവ് ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന വീട്ടിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ചെറുതല്ല, വലിയ പ്രവൃത്തി അയക്കാൻ പോകുന്ന ദൈവം ചെറിയ ദൈവമല്ല കേട്ടോ. ആമേ സ്തോത്രം. പേടിക്കുന്ന അവസ്ഥയ്ക്കകത്തുനിന്ന് നിന്നെ രൂപാന്തരത്തോടെ പുറത്തെടുക്കുന്ന ഒരു ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഇന്ന് രാത്രി പ്രാപിക്കാൻ തയ്യാറായിരിക്കുക. ആമേ ഇരിക്കുന്ന ഇടം ആരാധന ആലയമാകട്ടെ, ഇരിക്കുന്ന സമയം അതിനെ കർത്താവിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസമാകട്ടെ ഇന്ന് രാത്രി. ഈ 4-ാമത്തെ രാത്രിയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ 4-ാമത്തെ രാത്രിയിൽ 8 മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഈ 4 രാത്രിയിൽ 8 മീറ്റിംഗ് ദൈവം തന്നില്ലേ? 8 സബ്ജക്റ്റുകൾ തന്നില്ലേ? ഒത്തിരി ദൂതുകൾ കേട്ടില്ലേ? ഒത്തിരി ആത്മാവിന്റെ പ്രവൃത്തി അനുഭവിച്ചില്ലേ? ദൈവം നമ്മോട് സംസാരിച്ചില്ലേ? നഷ്ടപ്പെട്ട തിരിച്ചരുമെന്ന് പറഞ്ഞില്ലേ? തലമുറയെ തരുമെന്ന് പറഞ്ഞില്ലേ? വാഴ്ത്തത് തരുമെന്ന് പറഞ്ഞില്ലേ? ഈ വർഷം നിനക്ക് നഷ്ടപ്പെട്ടതല്ല ഇരട്ടിയായി നിന്റെ കുടുംബത്തിൽ തരുമെന്ന് പറഞ്ഞില്ലേ? ആ കർത്താവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്റെ ആദരം ദൈവത്തിന് കൊട്, നിന്റെ ഹൃദയം ദൈവത്തിന് കൊട്. ഓ ജീസസ് നൈം. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ആമേൻ. ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? യേശുവിന്റെ മുമ്പിൽ കമന്നു വീണു. പ്രൈസ് ദി ലോർഡ്. ആ കമണ് വീണ ശേഷം ഒരു പ്രവൃത്തി വെളിപ്പെട്ടു കേട്ടോ. ഹല്ലേലൂയ. കമണ് വീണ ശേഷം ഒരു പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാ. വായിച്ചാട്ടെ. അവർ കമന്ന് വീണു. പ്രൈസ്. കമന്ന് വീണ ശേഷം എന്താ സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവർ അവിടെ കമന്ന് വീണ് വെറുതെ കഴിച്ച് പോയില്ലല്ലോ. അവർ അടുത്തെന്താണ് അവിടെ സംഭവിച്ചത് വായിക്കാം. 2 പത്രോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. 2 പത്രോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവിടെ എന്താ സംഭവിച്ചത്? 2 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഞങ്ങൾ അവരോട് കൂടി വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് കേട്ടു. ആമേൻ. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഇറങ്ങി വന്നു. കമണ് വീണവരുടെ മുൻപിൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഇറങ്ങി വന്നു.
ആമേൻ, ആമേൻ. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഈ 1-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 17-ാമത്തെ വാക്യം കൂടെ ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു തേജസ് അവിടെ നിറയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അത് മറ്റൊന്നുമല്ല, ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഹല്ലേലൂയ. ആരാ ലഭിച്ചതെന്നറിയാമോ? പറ. എനിക്ക് ലഭിച്ചത് എന്തെന്നറിയാമോ? ദൈവത്താൽ പറയാൻ പറ്റുമോ? ദൈവത്താൽ. ആമേൻ. ദൈവത്താൽ അവന് മാനവും പിന്നെ തേജസ്സും ലഭിച്ചു. ശേഷം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ അവനോട് കൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ആമേൻ ഉണ്ടായത് കേട്ടു. എന്താ ശബ്ദം എന്നറിയാമോ? അതിൻ്റെ 19-ാമത്തെ വാക്യവും അതിൻ്റെ 20-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യം കൂടെ ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തൊരു വലിയ മെസ്സേജ് കിടപ്പുണ്ട്, ഒരു വലിയ ആഴം അതിനകത്ത് കിടപ്പുണ്ട്. ഒന്ന് വായിക്കാമോ? അതിൻ്റെ 19, 20, 21. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ഇന്ന് രാത്രി ഇതൊന്നും മനുഷ്യൻ കെട്ടിച്ചമച്ചു കൊണ്ടുവന്നതല്ല. ആർക്കെങ്കിലും ആ തെറ്റിദ്ധാരണ 2026 ഇന്ന് രാത്രി മാറ്റണം. പിന്നെ ഒത്തിരി ദൂതുകൾ അല്ലാതെ പറയുന്നുണ്ട്, വച്ചുകെട്ടുകൾ. ആമേൻ. അതൊന്നും ഈ വേദപുസ്തകം ആമേൻ അനുശാസിക്കുന്നില്ല. ഇവിടെ പറയുന്നത് പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ആമേൻ. ദൈവകൽപ്പനയിൽ മനുഷ്യനാൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിക്കുന്നത്ര. എങ്ങനെ? ആമേൻ. പരിശുദ്ധാത്മ നിയോഗം. ഇന്ന് രാത്രി നിയോഗം. ആമേൻ. ഹല്ലേലൂയ. നിയോഗം. പല നിയോഗങ്ങളും ഉണ്ടല്ലേ? ഒത്തിരി നിയോഗമുണ്ട്. എത്ര നിയോഗമുണ്ട് ഈ ഭൂമിയിൽ? ഒരു ക്രിസ്ത്യാനിസിന് എത്ര ക്രിസ്ത്യാനിക്ക് സത്യത്തിലും ആത്മാവിലും ദൈവത്തിൻ്റെ കൂട്ടായ്മയിലും ആചരിക്കുന്ന ഒരു ദൈവ പൈതലിന് എത്ര നിയോഗം ഉണ്ടെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആമേ. സമയം പോരാ, അത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് വരുന്ന ക്ലാസ്സിൽ. പ്രൈസ് ദി ലോർഡ്. നിയോഗം 1, 2 അല്ല കേട്ടോ. നിയോഗം വേദപുസ്തകത്തിനകത്തുള്ള നിയോഗം നമ്മൾ പഠിക്കുമ്പോൾ 66 പുസ്തകത്തിനകത്ത് ഏകദേശം 446 നിയോഗങ്ങളുണ്ട്. ഈ 446 നിയോഗങ്ങളിൽ ഏകദേശം 210 നിയോഗം പഴയ നിയമത്തിലാണ്. ബാക്കിയുള്ള നിയോഗം മുഴുവനും കിടക്കുന്നത് പുതിയ നിയമത്തിലാണ്. ആമേൻ. ഈ പുതിയ നിയമത്തിൽ നിയോഗം കിടക്കുന്നത് കൂടുതലും ആമേൻ മത്തായി സുവിശേഷം മുതൽ മാമേ സോദര കിടപ്പുണ്ട് നിയോഗങ്ങൾ. നിങ്ങൾ നോക്കിക്കേ, ഇന്ന് രാത്രി നമുക്കുള്ള നിയോഗം ഇതിൽ ഏതാ? ആമേ സഭ പണിയാനുള്ള നിയോഗം ഒരു പാർട്ടിക്ക്. ആമേ പഴയ നിയമത്തിൽ സഭ പൊളിക്കാൻ നിയോഗം. ആമേൻ. കുറ്റിയടിക്കാൻ നിയോഗം പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ കുറ്റിയെ പുഴാനുള്ള നിയോഗം. ഇതൊക്കെ അഭിഷക്തന്മാർ പ്രസംഗിക്കുന്ന സഭയ്ക്കകത്ത്. ആമേൻ. ഇന്ന് രാത്രി നിയോഗത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി വരപ്പെടുമ്പോൾ, നിയോഗത്തിന്റെ പട്ടിക പഠിക്കുമ്പോൾ ഇത്രയും നിയോഗങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അതിന്റെ വ്യാഖ്യാനം, അതിന്റെ ഉൾപ്പിരിവുകൾ, ആമേൻ, അതിന്റെ ഉൾക്കാഴ്ചപ്പാടുകൾ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന രക്തചുരുക്കമായിരിക്കുന്ന ചില കമ്പിവാചകത്തിൽ പറഞ്ഞു പോകുമ്പോൾ 1135 നിയോഗങ്ങൾ വേദപുസ്തകം ആമാരെ കാണാൻ കഴിയും. ഹലോ, തെളിയിച്ചു പ്രസംഗിക്കണം. എന്റെ അഭിഷക്തന്മാരും ബൈബിൾ എടുക്കും, തെളിയിച്ചു പ്രസംഗിക്കണം. അക്കമിട്ട് കൊടുക്കണം. ബൈബിളിന്റെ ആഴത്തിലേക്ക് ജനത്തെ ഇറക്കി വിടണം. പരിശുദ്ധാത്മാവ് ഇതാണെന്ന് പ്രഖ്യാപിക്കണം. പ്രവചനം ഇതാണെന്ന് പ്രഖ്യാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ ദയയിൽ ഒരു ദൈവ പൈതൽ ആമേ മുഴക്കാൽ മടക്കുമ്പോൾ ഒരു പ്രഖ്യാപനമുണ്ട്: സകലതും നിന്റെ മുമ്പിൽ കാൽക്കൽ വന്ന് കമണ് വീഴും. അതാണ് ഈ വർഷം. പക്ഷേ 25 പോലെ പ്രാർത്ഥിച്ചാൽ പറ്റില്ല. 25 പോലെ 26 പ്രാർത്ഥിക്കരുത്. തലം മാറി പ്രാർത്ഥിക്കട്ടെ. ആമേ വിഷയങ്ങൾ മാറ്റി പ്രാർത്ഥിക്കട്ടെ. എല്ലാം കൂടെ ആമേ വാരിക്കൂട്ടി പ്രാർത്ഥിക്കണ്ട. ഹല്ലേലൂയ. ആമേ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കട്ടെ. ആത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിയോഗത്തോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് പ്രാപിച്ചു പ്രാർത്ഥിക്കട്ടെ.
പരിശുദ്ധാത്മാവിൽ വേരൂന്നി പ്രാർത്ഥിക്കട്ടെ, പരിശുദ്ധാത്മാവിൽ നിന്ന് ശുശ്രൂഷിക്കട്ടെ, പരിശുദ്ധാത്മാവ് പറയുന്നത് ചെയ്യട്ടെ, പരിശുദ്ധാത്മാവിൽ നിയോഗം പ്രാപിച്ച് പ്രവചിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ആ ആളത്വത്തിന് നടുവിൽ നിന്നുകൊണ്ട് ദൈവ രാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. അല്ലാതെ ഇത് ഒരു മനുഷ്യന്റെ ഇഷ്ടപ്രകാരം വന്നതല്ല ഇത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ദൈവകുഞ്ഞേ, ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി നിയോഗം പുതിയത് പ്രാപിക്കണം. ആമേൻ. പുതിയ നിയോഗത്തിലേക്ക് നമ്മൾ വരണം. 1000-ലപ്പുറം നിയോഗങ്ങൾ പുസ്തകത്തിനകത്തുണ്ട്. ആമേൻ, സ്തോത്രം. ആമേ, കർത്താവ് അനുവദിച്ച 2026 നമുക്കത് പഠിക്കാൻ പോകുക. നിയോഗത്തിന് വലിയ ശുശ്രൂഷയുണ്ട്. പാസ്റ്റർ ആൻഡ് തിയോളജി പഠിക്കുമ്പോൾ ആമേ, സ്തോത്രം, അതിനകത്ത് നിയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ദൈവദാസന്മാർ എങ്ങനെയായിരിക്കണം, ദൈവമക്കൾ ആരായിരിക്കണം, അവരെങ്ങനെ സഞ്ചരിക്കണം. ആമേ, സ്തോത്രം. അതിനകത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷയ്ക്ക് ഒരുക്കം പ്രാപിക്കുന്നവർ, ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവർ, ആത്മനിയോഗത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നവർ, അവർക്ക് എന്ത് സംഭവിക്കും? വേറെ ഒന്നും സംഭവിക്കത്തില്ല. അവർക്ക് താളി ഓലയിലുള്ള എഴുത്തൊന്നും കിട്ടത്തില്ല, അവർക്ക് സപ്രപഞ്ച കട്ടിലൊന്നും കിട്ടത്തില്ല. അവർ നിൽക്കുന്നത് യുദ്ധക്കളത്തില, പ്രസ്തുത പടക്കളത്തില. ആമേൻ. അടുത്തൊരു വാക്യത്തിലേക്ക് വരാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വായിക്കാം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം, അതിന്റെ 7-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 2 അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 2-ാം സങ്കീർത്തനം അതിന്റെ 7. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ജനിച്ച ശിശുവിനെ പോലെ ആയി തീരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാ ദിവസവും പറഞ്ഞ കർത്താവേ, എനിക്ക് വേണ്ടിയത് ഇന്ന് രാവിലെ നീ തരണം. കർത്താവിൻ്റെ പ്രാർത്ഥന അറിയാമോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അറിയാമോ? അയ്യോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗം താഴെ ഇടിഞ്ഞ് വീഴുമെന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ആദ്യം അതാ പഠിക്കേണ്ടേ. പ്രൈസ് ദി ലോർഡ്. ശാന്തമായിട്ട് ആ വാക്ക് വിട്ടുപോകാതെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ആമേൻ, അതിൽ പറഞ്ഞ ഓരോ, യേശു ചൊല്ലിക്കൊടുത്ത ഓരോ വരികളും നമ്മുടെ ജീവിതത്തിൽ നാം ബൈ ഹാർട്ടാക്കുമെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണമേ. അടുത്ത തങ്ങൾക്ക് അന്നുള്ള ആഹാരം നീ തരേണമേ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ നാവിൽ കൂടെ പുറത്തെടുക്കാനാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എൻ്റെ പുത്രൻ, എൻ്റെ പുത്രൻ, എൻ്റെ, ഇന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ജനിപ്പിച്ചിരിക്കുന്നു. അങ്ങോട്ടുള്ള താഴോട്ടുള്ള വാക്യങ്ങളാണ് നമ്മെ പിടിച്ചിരുത്തുന്നത്. നീ, ആമേൻ, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെയും അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കിയും തരും. അടുത്ത് പറയുന്നത്, ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോടെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ. ഉല്ലാസത്തിന്റെ വർഷമാണ്. എങ്ങനെ? ഭയത്തോടെ. ജനിപ്പിച്ച ദൈവത്തെ ഭയത്തോടെ, കൈയിരിക്കേണ്ട ഭാഗത്ത് കൈവച്ച ദൈവത്തിന് ഭയത്തോടെ. നിങ്ങൾ കണ്ടോ? ആമേൻ. ഒരു കുഞ്ഞ് ജനിച്ചപ്പോ ഇടത്തെ കൈ വലത്ത് സൈഡിലും വലത്തെ കൈ ഇടത് സൈഡിലും. എങ്ങനെ കുട്ടി ജീവിക്കും? ആമേൻ. ശ്രദ്ധിച്ചാറുണ്ടോ? ഇടത്തെ കൈ വലത്ത് സൈഡിലും വലത്തെ കൈ ഇടത്തെ സൈഡിലും. വരേണ്ടത് വലത്തെ കൈ തന്നെ സ്ഥലത്ത് തന്നെ വരണം. പക്ഷെ നേരെ തിരിച്ചാ വന്നത്. ദൈവ നിർമ്മിതമല്ലേ? ആണ്. ആമേൻ. ആ കുഞ്ഞിനെ വളർത്താൻ, ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു അമ്മയെ കർത്താവ് കണ്ടുപിടിച്ചു. സ്വോത്രം പറ. ഹല്ലേലൂയ. എല്ലാ അമ്മമാർക്കും പറ്റത്തില്ല വലിയ തലയുള്ള കുട്ടികളെ വളർത്താൻ. അതിനു വേണ്ടി ചിലരെ ദൈവം നിയോഗത്തോടെ ഇറക്കും. ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്ന തലമുറകളെ തിരിഞ്ഞു നോക്കിയ തലമുറകളുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ, അവർക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എന്നിട്ട് വിളിക്കല്ലേ അവൻ പൊട്ടനാണെന്ന്. വിളിക്കരുത്. തന്നെ തലമുറയെ നോക്കി പൊട്ടാന്ന് വിളിക്കണ, കഴുത വിളിക്കരുത്. അനുസരണക്കെട്ടവൻ വിളിക്കരുത്. അനുഗ്രഹിക്കപ്പെട്ടവർ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറ, ദൈവത്താൽ മാനിക്കപ്പെട്ട തലമുറ, ദൈവം ജനിപ്പിച്ചതൊന്നും സ്തോത്രം കേട് ഉള്ളതല്ല, കേട് തീർത്ത ദൈവം തന്നിരിക്കുന്നത്. അതിന് യഥാർത്ഥമായ ഒരു ഗുണം നമ്മുടെ മൂക്കിരിക്കുന്ന എങ്ങനെയെന്നറിയാമോ?
എങ്ങനെയാ മൂക്കിരിക്കുന്നത്? താഴോട്ടായിരിക്കുന്നത്. കറക്റ്റല്ലേ? പക്ഷെ ഈ മൂക്ക് മുകളിലോട്ടിരുന്നെങ്കിലോ? ജ്ഞാനത്തോടെ ആകാശത്തെ സൃഷ്ടിച്ചവന് അവന്റെ ദയ പറഞ്ഞ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഈ ജ്ഞാനത്തോടെ സൃഷ്ടിച്ച ദൈവത്തിന് മൂക്കെന്ത് തിരിച്ചു വെച്ചൂടെ? കൊട പിടിക്കണം. കൊട കൊട കൊട. വെയിലത്തും മഴയത്തും കൊട പിടിക്കണം. എന്റെ കർത്താവ് ജ്ഞാനമില്ലാത്ത ദൈവമല്ല, അവൻ ജ്ഞാനിയുടെ സമ്പത്താ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂരാജാക്കന്മാരായ ആമശിഗോനെയും അവന്റെ കുതിരകളെ തകർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് രാത്രി ചില രഥങ്ങളെ കുതിരകളെ തകർക്കുന്നവനാണ് നമ്മുടെ കർത്താവ് പ്രാണകാന്തൻ. ഇന്ന് രാത്രി ചില വാദപ്രതിവാദങ്ങളെ, ചില കുടുംബത്തിൽ നടക്കുന്ന ചർച്ചകളെ, സഭ കൂടിവരവുകളെ ദൈവം പൊളിക്കാൻ വകയാ. ദൈവ കുഞ്ഞെ, നീ നിന്റെ വീട്ടിൽ മുട്ടുമടക്കിയാൽ നിന്റെ വീട്ടിന് ചുറ്റും എത്ര സഭ നിനക്കെതിരെയും നിന്റെ ഭർത്താവിനെതിരെയും നിന്റെ തലമുറക്കെതിരെയും കൂടിയാലും ദൈവം അതിനെ പൊളിക്കും. ആമേൻ. ആത്മാവ് എവിടെയൊക്കെ തൊടുകയെന്ന് രാത്രി നിനക്കെതിരെ, നിന്റെ തലമുറയുടെ ഉപരിപഠനത്തിനെതിരെ, യാത്രക്കെതിരെ, എവിടെയൊക്കെയോ ആമേ സ്തോത്രം സഭായോഗങ്ങൾ കൂടുക കുടുംബത്തിനകത്ത്. ഇന്ന് രാത്രി ദൈവം ദേശത്തിൽ ഇറങ്ങും. ദൈവം പടവാൾ കൊടുത്ത് മീകായലിനെ ഇറക്കും. ദൈവം ചെയ്തതിനെ വെട്ടും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ച എത്ര അഭിഷക്തന്മാർ ഇതിനകത്തുണ്ട്. ഈ രാത്രി ആമേ കർത്താവിനെ ഒന്ന് ആരാധിച്ച് ചിലതൊക്കെ പൊട്ടി മാറുന്ന രാത്രി എത്രേ. ചുടബലരഗത ശംഭവരാജകൽക്കനാദി അടബലരാജകൽക്കനാ ജൂഡവരം ധനേകര പ്രൗഢവരക്ഷം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം, പൗലോസ് എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വേദാംശത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ദൂത് വിളിച്ചു പറയുന്നു. ഒന്ന് വായിച്ചേ, 1:5. അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പൂഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചവൻ ചെയ്തതറിയാമോ? എന്താ? അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവൻ എന്ത് ചെയ്തു? തെരഞ്ഞെടുക്കുകയും ഈ ലോകം ഉളവാകുന്നതിന് മുമ്പേ. ആമേൻ, 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 ആമേൻ. അഭിഷക്തനായിരിക്കുന്ന ആമേൻ, പ്രൈസ് ദി ലോർഡ് ദിനേശ് ബ്രദറെ, ഈ ലോകം സ്ഥാപിക്കപ്പെടും മുൻപേ നിങ്ങളുടെ അപ്പന്റെ 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 അപ്പനെ നിങ്ങൾ കണ്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് മുമ്പേ ഉള്ള തലമുറകളെ തെരഞ്ഞെടുത്തു. ഇന്ന തലമുറയിൽ നിന്ന് ഒരാൾ എൻ്റെ സാക്ഷ്യമായി ദേശത്ത് നിൽക്കുമെന്ന് അന്നേ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ ആമേ തലമുറകൾ 50 കഴിഞ്ഞെങ്കിലും അതിനകത്തൊന്ന് ഒരെണ്ണത്തിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ 2026 പ്രഖ്യാപിച്ചു പറയുക. പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ ഇങ്ങനെ പറയുന്നു, ലോകസ്ഥാപനത്തിന് മുൻപേ തെരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട് അഭിഷക്തനെ. അതുകൊണ്ട് നിങ്ങളുടെ മരണം നിയമിക്കുന്നത് ലോകത്തിലെ ജനതയല്ല. നിങ്ങളുടെ മരണം സ്ഥിരീകരിക്കുന്നത് ഒരു ഡോക്ടർ അല്ല. നിങ്ങളുടെ മരണം സ്ഥിരിക്കുന്നത് ആമേ ഇവിടത്തെ രാജാക്കന്മാരോ ആമേ സ്തോത്രം ഇവിടത്തെ എംപിമാരൊന്നും അല്ല. ആമേൻ. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തെങ്കിൽ ആ തെരഞ്ഞെടുത്ത ഉദരത്തിനകത്ത് നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവന്നെങ്കിൽ അതിനുശേഷം വന്ന ചില ക്രൂരമായ ചില വേദനകളും ചില പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നെങ്കിൽ ഇതൊന്നും ദൈവം അറിയാതെ വന്നതല്ല. ദൈവം നിങ്ങളെ ഒരു കുശവന്റെ കയ്യിലെ ഒരു കളിമണ്ണ് പോലെ ഉടച്ചും പണിതും ഉടച്ചും പണിതും ഉടച്ചും പണിതും പണിതും ഉടച്ചും ഉടച്ചും പണിതും ദൈവം നിങ്ങളെ കൊണ്ടുവന്ന് 26-ൽ 4-ാമത്തെ ദിവസം രാത്രി നിർത്തിയെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു ദൈവത്തിന് ദൂത് പറയുന്നു, ലോകസ്ഥാപനത്തിന് മുൻപേ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ അഭിഷക്തനെ കർത്താവ് നിങ്ങളെ മാനിക്കാൻ പോകുകയാ. ഹല്ലേലൂയ, ആമേൻ. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മ പറയുന്നു, ഉദര സംബന്ധമായ ചില രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കാൻ പോകുകയാ.
ചുടവനരഗത ശംഭവരാജകൽക്കനാദി ഉദര സംബന്ധമായ ചില രോഗങ്ങൾ ദൈവാത്മാവിന്ന് രാത്രി സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഇരിക്കുന്ന ഇരിപ്പിടത്ത് മറന്നാരാധിക്കാൻ ചില കുടുംബങ്ങൾക്കകത്ത്, ചില ദേശത്തിൽ ഉദരത്തിനകത്ത് ചില പോരുകൾ അഴിച്ചുവിടുന്ന ചില പൈശാചിക കെട്ടുകളെ ഇന്ന് രാത്രി കർത്താവ് തകർത്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ചില കൊടൽ പുണ്ണുകൾ മാത്രമല്ല, അമിതമായ ചില ബ്ലീഡിങ്ങുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേ കർത്താവ് ഇന്ന് രാത്രി തകർത്തുകൊണ്ടിരിക്കുക. ആമേ ചിലതിന് ദൈവാത്മാവ് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന രാത്രിയാണ്. ശത്രുവിന്റെ അധികാരങ്ങളെ എവിടെ നിന്നാണോ അത് വന്നത്, എവിടെ നിന്നാണോ ശരീരത്തിലേക്ക് പാഞ്ഞു വന്നത്, ഇന്ന് രാത്രി അതിനെ ക്യാൻസൽ ചെയ്യുന്ന ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി നിയോഗത്തോടെ ഇന്ന് രാത്രി പ്രസ്താവിക്കുന്ന ദൈവദാസന്മാരെ, ദാസിമാരെ, ഇന്ന് രാത്രി ആരാധിച്ച് കയറിക്കോ. നിന്റെ രാത്രിയാ, നിന്റെ വിടുതലിന്റെ രാത്രിയാ, നിന്റെ കുടുംബത്തിന്റെ രാത്രിയാ, ഇത് നിന്റെ കുടുംബത്തിനകത്ത് തലമുറയുടെ രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ ഇത് അധികാരത്തിന് ശുശ്രൂഷ വെളിപ്പെടുന്ന 4ാമത്തെ രാത്രിയാ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഇന്ന് രാത്രി വെളിപ്പെട്ടു നിൽക്കുകയാ. ഇതിനകത്ത്, കുടുംബത്തിനകത്ത് നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ദൈവാത്മാവിന്റെ പ്രവൃത്തി അതേ ശക്തമായി വെളിപ്പെടുകയാ. നിന്നെ കെട്ടിയിട്ട് ഭവനത്തിനകത്ത് കെട്ടിയിടാൻ പിശാച് പരിശ്രമിക്കുകയാ. എണ്ണത്തോണി പോലെ അതിനകത്ത് കിടത്തുവാൻ പിശാച് പരിശ്രമിക്കുക. പക്ഷെ ഇന്ന് രാത്രി ദൈവം അതിന് വിട്ടുകൊടുക്കാതെ നിന്നൊരു വിടുതൽ നിന്ന് പുറത്തെടുക്കുന്ന, കത്തിവയ്ക്കാതെ ദൈവം നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. ശമനവരകതുനി വൈഡകരാജകൽക്കന ജൂഡമനം ധന വേദൽക്കമനവരകതുനി. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ നിയോഗം വെളിപ്പെടട്ടെ. ഇതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടട്ടെ. രോഗത്തിന്റെ മേൽ ജയം പ്രാപിക്കുന്ന ദൈവത്തിന്റെ വലിയ മഹത്വം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന രാത്രി അത്രേ. ഹല്ലേലൂയ, ആമേൻ. നോക്കിക്കേ, അടുത്തൊരു ദൂതിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. കൊലോസ്യർ ലേഖനം, പൗലോസ് കൊലോസ്യർ ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ അധ്യായം, കൊലോസ്യർ ലേഖനം 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനാൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ, ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, നമ്മിൽ വച്ചിരിക്കുന്ന ആ ഒരു നിയോഗത്തിന്റെ ശുശ്രൂഷ, ആമേൻ, അത് ആർക്കും എടുത്തു മാറ്റി കളയാൻ കഴിയില്ല. സ്തോത്രം. വായിക്കാം 1-ാമത്തെ അധ്യായം, അതിന്റെ 13-ാമത്തെ വേദാംശം. നമ്മെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഒരു അപേക്ഷയാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് അവിടെ വിളിച്ചു പറയുന്ന ഒരു കാര്യം. നമുക്കറിയാം, തൻ്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് കൊലോസ്യ ലേഖനം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ കാണുന്നത് ദൈവ ഇഷ്ടത്താൽ. എന്താണ് ദൈവ ഇഷ്ടം എന്ന് വെച്ചാൽ? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളൊന്ന് ഏൽപ്പിക്കണം. ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ, കർത്താവ് നിൻ്റെ ഇഷ്ടം എന്താണ്? പോകണോ പോണ്ടേ? ആമേൻ. ഞാൻ പോകണമോ പോണ്ടേ? കർത്താവ് പോകാൻ പറയും. ചിലപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് ദൈവം പറയും തിരിഞ്ഞു പോകാൻ പറയും. തിരിഞ്ഞ് പൊയ്ക്കോളണം. എന്നെ എത്രയോ അടുത്തും ദൈവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. തിരിച്ച് സ്തോത്രം. കർത്താവ് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നല്ലേ, നീ പോടേ, തിരിച്ചു പോ, അവിടെ ഒരു പോണ്ട. ആമേൻ. അവരെ എന്നെ സ്നേഹിക്കുന്നവരല്ല, നിന്നിൽ ഞാൻ തന്ന ദൂതേക്കാൻ വേണ്ടി ജനമാണ്. അവർ പ്രാർത്ഥിക്കുന്നില്ല, അവരുപവസിക്കുന്നില്ല, നീ അവിടെ പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. നോക്കിക്കേ, ദൈവ ഇഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തീമോഥെയോസിന്, ആമേൻ സ്തോത്രം, ദൈവത്താൽ നിയോഗപ്രകാരം ദൈവം കൊടുക്കുന്ന ചില നിയോഗങ്ങളാണ് ഇവിടെ എഴുതി വെച്ചത്. നോക്കിക്കേ, അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ പറയുന്നത്, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ ആമേ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തു വരണമെന്നും ആമേൻ അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും പൗലോസ് പറയുന്നത്, ആമേൻ, നിങ്ങൾ ലേഖനം നോക്കിക്കേ, പൗലോസിന്റെ ലേഖനങ്ങൾ നിങ്ങൾ നോക്കിക്കേ, ആമേൻ,
തൻ്റെ മനോഹരമായ ലേഖനങ്ങൾ 21 ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ ലേഖനത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്കറിയാം ഒത്തിരി ദൂതുകളും ആലോചനകളും തൻ്റെ ലേഖനങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല സ്തോത്രം റോമർക്ക് ലേഖനത്തിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല സ്തോത്രം കുറച്ചുകൂടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് വളരെ ശക്തമായി ചില നിയോഗങ്ങൾ വെളിപ്പെടുകയാണ്. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, കമ്പിവാചകത്തിൽ ചില ദൂതുകൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തരാം. നിങ്ങൾ എഴുതി നോട്ട് ചെയ്ത് വെച്ചോ. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നിങ്ങൾ എഴുതി വെച്ചോ. 2 സ്തോത്രം. അടുത്ത യോഹന്നാൻ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം കൂടെ നിങ്ങൾ എഴുതി വെച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. അത് തീർന്നില്ല കേട്ടോ. അടുത്ത് നിങ്ങൾ എഴുതേണ്ടത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ന്റെ 1-ഉം 2-ഉം നിങ്ങൾ എഴുതി വെച്ചോളണം. പ്രൈസ് ദി ലോർഡ്. 61-ന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ നിങ്ങൾ എഴുതി നിങ്ങൾ വെച്ചോളണം. പ്രൈസ് ദി ലോർഡ്. ആ ദൂതിനകത്ത് നമ്മൾ വായിക്കുമ്പോഴും മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴും ലൂക്ക 6-ന്റെ 20-ഉം ലൂക്ക 4-ന്റെ 1-ഉം അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 1-ഉം സങ്കീർത്തനങ്ങൾ 46-ന്റെ 7-ഉം 8-ഉം വായിക്കുമ്പോഴും യെശയ്യാവിന്റെ എന്ന പുസ്തകം 42-ന്റെ 6-ഉം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 9-ന്റെ 29-ഉം സ്തോത്രം വായിക്കുമ്പോഴും 39 വായിക്കുമ്പോഴും അപ്പോസ്തല പ്രവൃത്തി 26-ാമത്തെ അധ്യായത്തിന്റെ 18-ഉം യെശയ്യാവിന്റെ പുസ്തകം 58-ന്റെ സ്തോത്രം 1-ഉം 53-ന്റെ 2-ഉം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അതിശക്തമായി ഈ തെരഞ്ഞെടുപ്പോടുള്ള വിഷയത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുക. സ്തോത്രം. ആമേൻ. നിങ്ങൾക്കിത് ഒരു 5 മാസം പ്രസംഗിച്ചാലും തീരാത്ത സബ്ജക്റ്റാണ് പറഞ്ഞു തന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഞാൻ സബ്ജക്റ്റായിട്ട് എടുത്തതല്ല, പരിശുദ്ധാത്മാവ് നിയോഗം തന്ന ദൂതാണ്. കഴിഞ്ഞ ദിവസം തീരാത്തത് കൊണ്ടാണ് ഇന്ന് രാത്രി പറഞ്ഞു തീർത്തത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ ദൈവമൈതലേ, നമ്മെ വിളിച്ചതിൻ്റെ വിളി അത്ര ശക്തമായ വിളിയാണ്. തെരഞ്ഞെടുപ്പ്. ആമേൻ. 3, നമ്മുടെ തീരുമാനം. നമ്മുടെ തീരുമാനമാണ് പ്രധാനം. പ്രൈസ് ദി ലോർഡ്. ആ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ